ഇത് വെട്ടോളി അമ്പലത്താണല്ലത്. ആ ഇതിപ്പോ ആരും ഇവിടെ കൊണ്ടിട്ട് ഉത്സവമൊക്കെ ആയില്ലേ. ഓ അമ്മ മുൻവശത്ത് തന്നെ ഉണ്ട്. എന്തൊക്കെയാ അപ്പൊ പറയാന്നറിയില്ല. ഇതിപ്പോ ആരാ വരുന്ന അതിലൊക്കെ വയ്യില്ലാത്തോടത്ത് കൂടിയൊക്കെ വരുന്നേ. ഇപ്പൊ ഇന്ന് നേരം ഇത്രയായിട്ട് അങ്ങനെ വരുന്നുണ്ടോളൂ വെച്ചാലും ഒരു വരുന്നുണ്ട്. ഇനിയിപ്പോ ഇന്നലിട്ട പോയിട്ട് ഇന്ന് നേരം ഇത്ര നേരമായിട്ടും പിന്നെ അങ്ങോട്ട് വരേണ്ട ചിന്ത എല്ലാവരും പോയി കേച്ചാ പോയോട്ടിലാണോ ഉള്ള കാര്യം. ചെടിക്കൊന്നും വെള്ളമല്ല, വെള്ളം പോയിട്ടാണ്. പോണത് ഇയാടെ നിക്ക് എന്നോട് വർത്താനം ചോദിക്കട്ടെ. ഈ പിന്നെ ഇന്നലെ വരാറിന് പോയിട്ട് ഇന്ന് ഇത്ര നേരം അവൾക്ക് ഈ എന്തെടുക്കേനി? പിന്നെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ അഹങ്കാരി. എന്ത് പിന്നെ ഓളെ വീടാന്ന ഓളെ വിചാരം. ഓളായിട്ട് മണ്ടി കയറി പോണുണ്ടാലും ഒരു വസ്തിനും പറ്റൂല. അവള് ഒരു പോക്കായിട്ട് പോയിണെങ്കിൽ മാറ്റി കഴിഞ്ഞ ഒരു വെള്ളം കിട്ടണം. എത്ര നേരമായി പെട്ടു പോയി പറഞ്ഞിട്ട് കാര്യല്ല. വിശേഷം പെട്ടോളിപ്പറമ്പ് മുക്കം 86 66 47 ചായക്ക് കടുപ്പം കൂടിയോ എന്താ പറയാ അറിയില്ല. അമ്മ ചായ. ഓ ഇതെന്തേത്തും വെള്ളാണിത്. മനുഷ്യന് കുടിക്കാൻ കൊണ്ടുവന്ന അപ്പത്. അമ്മക്ക് ചായക്ക് എന്താ കടി എന്താ വേണ്ട? ചപ്പാത്തി ഇട്ടമേ? ചപ്പാത്തിയും വേണ്ട. ചപ്പാത്തി കറിയൊക്കെ ഉണ്ടാക്കണ്ട. എന്തേലും വേറെ എന്തേലും ചെറിയ കടി എന്തേലും കൊണ്ടുവരും. ബിസ്ക്കറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരും. കറി വേഗം ഉണ്ടാക്കാമേ? വേണ്ട, എന്റെ ഒരുക്കോ കഴിയട്ടെ. തക്കാളി കറി ഉണ്ടാക്കി തരാം. വേണ്ട, ബിസ്ക്കറ്റ്. എന്തിനാ ആടെ നോക്കി ഇങ്ങനെ നിക്കണത്? എനിക്കടെ അടുക്കളയിൽ പണിയൊന്നുമില്ലേ? ഇങ്ങനെ നോക്കിക്കണത്? ഞാന് അമ്മയോട് കാര്യം ചോദിക്കാൻ വേണ്ടിട്ട്. എന്ത് കാര്യം അപ്പൊ അതുള്ളു? വീട്ടിലെ അമ്മക്ക് തീരെ സുഖമല്ല. എന്റെ അമ്മക്ക് അപ്പൊ തീരെ സുഖമല്ല. അമ്മക്ക് 2 ദിവസം ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടേന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ആരാ നോക്കാന്? എനിക്ക് കൂടുവോ അമ്മയെ നോക്കാന്? പോകുമ്പോ ഇന്നലെ വൈകുന്നേരം വരാറിനി പോയതല്ലേ ഇനിയോ? ആടെ പോയപ്പോ എന്തേ എത്ര വലിയ വിശേഷം ഉണ്ടായി ആടെ? ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോ അമ്മയ്ക്ക് തീരെ വയ്യ. അമ്മ പനിയായിട്ട് കിടക്കുക. അപ്പൊ അവക്കും വയ്യാണ്ടായിട്ട് 2-3 ദിവസമായില്ലേ. അപ്പൊ അവക്ക് എല്ലാം കൂടി ആവുന്നില്ല. അപ്പൊ 2 ദിവസം ഇവിടെ കൊണ്ടു നിർത്തി അവക്കൊരു സമാധാനം ആവുമല്ലോ വിചാരിച്ചിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചതാ. അപ്പൊ അമ്മേനോട് ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഇവിടുന്ന് അമ്മേനോട് ചോദിച്ചിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടുവരാന്ന് വെച്ചിട്ടായിരുന്നു. ഈ കൊണ്ടുവന്നോ? എന്താ ഈ കൊണ്ടുവരാക്കി എന്തോ ചെയ്തോ? എനിക്കൊന്നുമില്ല, ഞാൻ പെണ്ണ് പോയിക്കോളാം. എനിക്ക് വേറെ ഈ സ്ഥലം ഉണ്ടല്ലോ പോകാന്. ഈശ്വര, എന്താ ഈ അമ്മേനെ കൊണ്ട് ഞാൻ ചെയ്യാ? ഈ അമ്മ ഇങ്ങനെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? എന്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി, അവക്കും വയ്യാണ്ടായിട്ടല്ലേ. അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ? ഞാൻ ഏട്ടനെ വിളിച്ചാലോ? ഏട്ടനെ വിളിച്ച് പറഞ്ഞു നോക്കാല്ലേ? ഹലോ, ഏട്ടൻ തിരക്കിലാണോ? ഞാനിപ്പോ കുറച്ചു നേരം ആയിട്ടുള്ളൂ ഏട്ടാ വന്നിട്ട്. അമ്മ ദേഷ്യത്തിലാണ്. അമ്മ ഇന്നലെ ഞാൻ വരാത്തത് കൊണ്ട് ദേഷ്യം പിടിച്ചു. അമ്മ കുറെ വർത്താനം പറഞ്ഞു, എന്തൊക്കെയോ ചോദിച്ചിനോട്. ചായ ഇപ്പൊ ഞാൻ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തു. ചപ്പാത്തി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മ സമ്മതിക്കുന്നില്ല കേട്ടോ എന്റെ അമ്മേനെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ പറയുന്നത് അവിടുന്ന് അമ്മേനെ കൊണ്ടുവന്നാ ഇവിടുത്തെ അമ്മ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്നൊക്കെയാ പറയുന്നത്. അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്താ? ഏട്ടൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ ഞാൻ ഇന്നലെ വരുന്നില്ല എന്നുള്ളത്? അതുകൊണ്ട് അത്രയും ദേഷ്യം പിടിച്ചേ. അപ്പൊ ഏട്ടനൊന്ന് പറഞ്ഞു നോക്ക്. അവിടെ അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞിട്ടാണ്. ഞാൻ ഇന്നലെ അതുകൊണ്ടാണ് അവിടെ നിന്നത്. അമ്മയ്ക്ക് തീരെ വയ്യ. ഞാൻ നാളെ തന്നെ വന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം. ഞാൻ ചെന്നിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടാ. ഇവിടെ അമ്മയ്ക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം ഉണ്ടാക്കി വെച്ചാൽ അമ്മയ്ക്ക് എടുത്ത് കഴിക്കാലോ.
അവിടെ അവക്കാണെന്നും തീരെ വയ്യേ. മരുന്നിനൊക്കെ കൊണ്ടുപോകാൻ അവളല്ലേ ഇതുവരെ അമ്മേനെ നോക്കിക്കൊണ്ടുവന്ന്. അവൾക്ക് തീരെ പറ്റാഞ്ഞിട്ടാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പൊ 2 ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാൽ അവക്കൊരു സമാധാനാവും. അമ്മയ്ക്കൊരു സന്തോഷം. എത്ര കാലമായി എൻ്റെ അമ്മേനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട്. അപ്പൊ ഏട്ടനൊന്ന് വിളിച്ച് പറയോ? ഏട്ടനൊന്ന് വിളിച്ച് പറയും. എന്നാ എനിക്ക് നാളെ തന്നെ പോയിട്ട് അമ്മേനെ കൊണ്ടുവരാന്ന് വെച്ചിട്ടാ. ആയിക്കോട്ടെ. ശരി. ആയിക്കോട്ടെ. ഹലോ. ഓളിപ്പം അങ്ങോട്ട് വന്നാണ്. ഓക്ക് പിന്നെ അങ്ങനെ വന്നാ പോരെ, ആരും പേടിക്കാനൊന്നുമില്ലല്ലോ. ഓക്കോളെ അമ്മേനെ അങ്ങോട്ട് കൊണ്ടുവരണം പോലെ ഓളെ ആരെയാച്ച കൊണ്ടുവന്നോട്ടെ. ഞാൻ എൻ്റെ മോളെ എത്തി പോയിക്കോളാം. എന്തൊരു കഷ്ടം. എത്ര പറഞ്ഞാലും അമ്മയ്ക്ക് എന്താ. അമ്മ പാവന്റെ അമ്മ ഇവിടെ വന്നിക്ക ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല എൻ്റെ അമ്മ. പിന്നെ എന്തിനീ അമ്മ ഇങ്ങനെ അതിനോട് പോര് കാണിക്കുന്നു? ആരാ? ഏട്ടനായിരിക്കും. ഏട്ടനാണല്ലോ. അമ്മ ഏട്ടനല്ലേ? ഹലോ. അമ്മ സമ്മതിക്കില്ലല്ലേ? എന്താ ഏട്ടാ ഞാൻ ചെയ്യപ്പോ? ഞാൻ നിങ്ങളെ അമ്മേനെ എന്തെങ്കിലും ഇതാക്കി വെക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടോ അവിടെ? എന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കുക 2 ദിവസമല്ലേ നിൽക്കാൻ ചോദിക്കുന്നുള്ളൂ. എന്തിനാ നിങ്ങളെ അമ്മ ഇങ്ങനെ പോരുത്തുന്നത്? നിങ്ങളെ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം ഞാൻ ഉണ്ടാക്കണ്ടോ? ഒരു പണി എടുക്കണ്ടല്ലോ, എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നില്ലേ? ഞാൻ നിങ്ങളെ അമ്മേനെ ഞാൻ എല്ലാം കൂടി ചുറ്റി കൂട്ടി തന്നെ കണ്ടത്തിൽ എറിഞ്ഞ പച്ച വെള്ളം കൊടുക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്റെ അമ്മേനെ നോക്കണ്ട. ശരി. ഇങ്ങനെയുള്ള അമ്മായിയമ്മമാർ നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഉണ്ടാവാതിരിക്കട്ടെ, അല്ലേ?